ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നത് കൽപ്പാത്തി തേര് കാണാൻ വന്നതാണേ. ഓരോ കൊല്ലവും കൽപ്പാത്തി തേര് വരുമ്പോഴും കാണാനൊരു ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോഴാണ് ആ ആഗ്രഹം സാധിച്ചത്. എന്നെപ്പോലെ പാലക്കാട് ഇരുന്ന് കൽപ്പാത്തി തേര് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങൾ ആദ്യം ഇവിടെയാണ് കേട്ടോ പോയിട്ടുണ്ടെന്ന്, ആർക്ക് വേണമെങ്കിലും കയറാമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിനോട് ചെറിയ എക്സിബിഷൻ പോലെ കുറച്ച് ബുക്സുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വായിച്ചു കേട്ടോ. പിന്നെ നമ്മൾ മിക്ക സ്ത്രീകൾക്കും പെട്ടെന്ന് കണ്ണിൽ കാണുന്നത് ഈ മാല, വള അങ്ങനെയുള്ള സാധനങ്ങളാണല്ലേ. അങ്ങനെ ആദ്യം എൻ്റെ കണ്ണിൽപ്പെട്ടത് ഈ 10 രൂപേൻ്റെ വളകളാണ്. പിന്നെ ഈ അച്ഛൻ്റെ ഈ കടയിൽ വെറൈറ്റി മാലകൾ ഉണ്ടായിരുന്നു. ഇതിലുള്ള എല്ലാ വെറൈറ്റി മാലകളും 50 രൂപയാണ് വില. പിന്നെ എൻ്റെ കണ്ണു പോയത് ലോങ് കമ്മലുകൾക്കാണ്. ഒരുപാട് ഹെവി ആയിട്ടുള്ള കമ്മൽ ഞാൻ ധരിച്ചില്ലെങ്കിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിലുള്ള ഈ കാണുന്ന എല്ലാ ഹെവി കമ്മലുകളും 80 രൂപ മാത്രം. പിന്നെ പോയത് ഏതച്ചാറും ടേസ്റ്റ് നോക്കാമെന്നുണ്ടായിരുന്നു. അങ്ങനെ നാരങ്ങയും വെളുത്തുള്ളിയും വാങ്ങിച്ച്, പക്ഷെ വീഡിയോയിൽ ചേർക്കാൻ മറന്നു. അവിടെ നിന്നിട്ട് നാരങ്ങച്ചാറ് ടേസ്റ്റ് നോക്കിയ ശേഷം എന്താണെന്നറിയില്ല, ഭയങ്കര വിശപ്പ്. അങ്ങനെ 30 രൂപേൻ്റെ കടല പുഴുങ്ങിയതും ഒരു ചോളം പുഴുങ്ങിയതും വാങ്ങിച്ചു. പിന്നെ നമ്മുടെ വീട്ടിൽ എത്ര ഉപ്പിലിട്ടതുണ്ടെങ്കിലും പുറത്തുനിന്ന് പോയി കഴിക്കുന്നത് അതൊരു വേറൊരു ടേസ്റ്റ് അല്ലേ. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ഉപ്പിലിട്ടതായ ഉപ്പിലിട്ട പൈനാപ്പിൾ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ഉപ്പിലിട്ട പൈനാപ്പിളിനോട് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കുത്തി കഴിച്ച പൊന്ന് സാറേ. തേരിന് കുട്ടികളെയും കൂടി കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഈ തിരക്ക് കണ്ടപ്പോൾ കൊണ്ടുവരാത്തത് നന്നായി. അങ്ങനെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം തേരെത്തി. തേര് വിൽക്കുമ്പോൾ എന്തോ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. തേര് കണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു 8ന് പണി കിട്ടി. എല്ലാവരും തേര് കാണാൻ വന്നെങ്കിലും ഞങ്ങൾ കൽപ്പാത്തി മൊത്തം കണ്ടു. എന്താണെന്ന് അറിയണ്ടേ, വഴി തെറ്റി. ഏകദേശം എല്ലാ വീടും ഒരുപോലെ ആയതുകൊണ്ട് ഒരു 6 കിലോമീറ്റർ ഏതൊക്കെയോ വഴിക്കൂടെ നടന്നു. അങ്ങനെ ഓരോ ആൾക്കാരുടെ ചോദിച്ച് ഞങ്ങളുടെ വണ്ടി നിർത്തിയ സ്ഥലത്തെത്തി. അങ്ങനെ രക്ഷപ്പെട്ട സന്തോഷമാണ് മക്കളെ ആ മുഖത്ത്. അടുത്ത വിടുമേ, വേഗം വരാം.